പ്രിയ ദേശനിവാസികളെ, 2000 വർഷം മുമ്പ് സ്വർഗം വിട്ടൊരുവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ മനുഷ്യരുടെ നിന്ദകളേറ്റ്, തുപ്പലേറ്റ്, അടിയേറ്റ് തകർക്കപ്പെട്ടവനും അവൻ കുരിശിൽ തൂങ്ങിക്കിടക്കവനും ആയിട്ട് തീർന്നു. അവന്റെ ഇടവും വലവും 2 കള്ളന്മാരെയും ക്രൂശിച്ചു. അവന്റെ മുഖത്ത് ആ യഹൂദ പുരോഹിതന്മാരുടെയും റോമൻ പടയാളികളും തുപ്പലുകൊണ്ട് നിന്ദിതമായിട്ട് തീർന്നു. അവനെ ഓരോ വട്ടവും ചാട്ടവാറടിച്ച് അവന്റെ ശരീരത്തെ തകർത്ത് കളഞ്ഞ് കണ്ടാല് ആളല്ലെന്ന് തോന്നുമാറും വിരൂപനാക്കപ്പെട്ടവനായിട്ട് അവനെ ക്രൂശിൽ തൂങ്ങിക്കിടക്കേണ്ടി വന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ കാണിച്ച ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചയത്രേ ഞങ്ങൾ വിവരിക്കുന്നത്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ മധ്യേ പാറക്കോട്ടങ്ങൾ നിറഞ്ഞ ആ ഗോൽഗോഥ മലമുകളില് ആ നട്ടുച്ചപയിൽ അവൻ തൂങ്ങിക്കിടക്കുന്ന രംഗം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് എല്ലാ മനുഷ്യരും അത് കേട്ടിട്ടുള്ളതും ഗ്രഹിച്ചിട്ടുള്ളതുമാണ്. എന്താണ്? യേശുക്രിസ്തു കഷ്ടമേറ്റ് മരിച്ചു, അവനെ അവരടക്കി. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാര് പറഞ്ഞു ഇവൻ എഴുന്നേറ്റിട്ടില്ല, ഇവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നവർ കള്ളക്കഥകൾ മെനഞ്ഞു. എന്നാൽ മനുഷ്യരുടെ കള്ളക്കഥകൾക്കപ്പുറം റോമ മുദ്ര വെച്ച ആ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുള്ള സത്യവും അത് നിലനിൽക്കെ തന്നെ. പ്രിയപ്പെട്ടവരെ, ഇനിയും വരുവാനിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഞാൻ വിവരിച്ചു തരാം. ആകാശത്തെയും ഭൂമിയെയും ഇതാ അവൻ അധികാരമുള്ളവനാക്കിയിട്ട് ഈ ഭൂമിയുടെ സർവ്വ അധികാരങ്ങളും പ്രാപിച്ചവനായിട്ട് യേശുക്രിസ്തു ഇനി മടങ്ങി വരുന്നത് അവൻ മുൾക്കിരീടം ചൂടുവാനല്ല, അവൻ പാപികളുടെ വായില് നികൃഷ്ടമായിരിക്കുന്ന തുപ്പൽ മുഖത്തേറ്റ് നിന്ദിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുമല്ല. അവനിനി ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരാൻ പോവുകയാണ്. അവൻ ഭൂമിയുടെ രാജാവായിട്ട് മടങ്ങി വരുവാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് അവനെന്താണ്? മറിയയുടെ കരങ്ങളിൽ ഉണ്ണിയേശുവായിരുന്നു. അന്ന് അവനെന്താണ്? ആ മറിയയുടെ സന്തതിയായിട്ട് അവൻ 30 വർഷക്കാലം അവന്റെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ചു. അവന്റെ അമ്മ അവന്റെ അപ്പനായിരിക്കുന്ന വളർത്തപ്പനായിരിക്കുന്ന യോസെഫിനെ പ്രസവിച്ച യോസെ, യൂദ, ശിമയോൻ, യാക്കോബ് എന്ന സഹോദരന്മാരെയും അത് വെച്ചാൽ ആ യേശുക്രിസ്തുവിന്റെ അമ്മ മറിയ പ്രസവിച്ച മറ്റ് 2 പെൺകുഞ്ഞുങ്ങളും ഒത്ത് ജ്യേഷ്ഠാവകാശത്തിൽ അവരെ തച്ചന്റെ പണി ചെയ്ത് പോറ്റി പുലർത്തി. അവസാനം അവൻ ക്രൂശിൽ മരിച്ചു. അവൻ ക്രൂശിൽ മരിക്കുമ്പോൾ അവനെ പറ്റി യഹൂദന്മാര് പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. ഇവൻ നമ്മുടെ രാജാവാകുമോ? ഇവൻ നമ്മുടെ രക്ഷകനായിട്ട് തീരുമോ? ഇവൻ എങ്ങനെ ക്രിസ്തുവായിട്ട് തീരും? ഇവൻ ഒരു തച്ചനല്ലയോ? ഇവന്റെ അമ്മ മറിയല്ലയോ? ഇവന്റെ അപ്പൻ യോസെഫ് അല്ലയോ? ഇവൻ ഒരു തച്ചനല്ലയോ? ഇവന്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മളോട് കൂടെ ഇല്ലയോ? ഇവൻ എങ്ങനെ നമ്മുടെ രാജാവായിട്ട് തീരും? പക്ഷേ കാലം മാറിപ്പോയി പ്രിയപ്പെട്ടവരെ, അവൻ രാജാവ് തന്നെയല്ലയോ? അവൻ രാജാവായിട്ട് മടങ്ങി വരുമ്പോൾ നോക്കുവിന് അവന്റെ രൂപം കണ്ടോ? പത്മോസ് ദ്വീപിൽ കിടന്ന അവന്റെ ദാസനായിരിക്കുന്ന ആ യോഹന്നാൻ കാണുന്ന ഒരു ദർശനമുണ്ട്. 7 പൊൻ നിലവിളക്കുകളുടെ മധ്യേ ഉലാവുന്നവൻ, 7 നിലയെങ്കി ധരിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ മധ്യേ 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചവനും മാറത്ത് പൊൻകച്ച കെട്ടിയവനും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്വരമുള്ളവനും രാജമുടി ചൂടിയവനുമായിരിക്കുന്ന ക്രിസ്തു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലേന്തിയവന്, അവനിതാ എഴുന്നള്ളി വരുവാനുള്ള സമയമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. കാലുകൾ വെള്ളോടിന് ഊതിക്കഴിച്ച വെള്ളോടിന് സദൃശനായിരിക്കുന്ന ക്രിസ്തു സർവ്വഭൂമിയുടെയും സകല രാജാക്കന്മാരെയും അധിപതികളുടെ മേലും വാഴുവാനായിരിക്കുന്ന ഏകാധിപതിയായിട്ട് മടങ്ങി വരുമ്പോൾ അവന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ ആരെങ്കിലും യോഗ്യത നേടിയോ? യേശു ക്രിസ്തു മടങ്ങി വരുന്നത് അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഭൂമിയിലേക്ക് കടന്നു വന്ന് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്രേ ലോകത്തിലേക്ക് വന്നത്. കാരണം എന്താണ്? ആദമിൽ ജനിച്ച എല്ലാവരും പാപികളാണ്, യഹൂദന്മാരും പാപികളാണ്. എന്നാൽ നോക്കിയവന് ആ പാപികൾക്ക് പാപമോചനം കൊടുക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ കാൽവറി ക്രൂശിൽ മരിച്ചു. ആ രക്തത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് പാപമോചനം സൗജന്യമായിട്ട് തീർന്നു. എന്നാൽ ഇനി അവൻ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുമ്പോൾ, അല്ലയോ പാപികളായിരിക്കുന്ന മനുഷ്യരെ, പാപമോചനം നേടിയവരെ കാത്തുകൊണ്ട് കാണുവാനായിട്ട് അവൻ മടങ്ങി വരുമ്പോൾ നിങ്ങൾ അവന്റെ മുമ്പിൽ ബലപ്പെട്ടിരിക്കുമോ? കാരണം പാപികൾ അന്ന് നഷ്ടപ്പെട്ടു പോകും. പാപികളായിട്ട് അടക്കപ്പെട്ടവരും പാപികളായിട്ട് ജീവിക്കുന്നവരും അന്നെന്താണ്? കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അവർക്ക് പിന്നെ ഗന്ധകവും തീയും കത്തുന്ന പൊയ്ക മാത്രമേ ഉള്ളൂ. ആകയാൽ യേശുക്രിസ്തു ഇനി മടങ്ങി വരുന്നത് പാപികളെ തേടിയല്ല. നിങ്ങൾ ഇപ്പോഴും പാപികളാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നുവോ? അയ്യോ, പോഷത്വം തന്നെ. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്രൂശിൽ ഇങ്ങനെ കഷ്ടമേറ്റ് മരിച്ചത് പാപികളായിരിക്കും നമുക്ക് പാപമോചനം നൽകി തരുവാനാണ്. ഇന്ന് നിങ്ങൾ വിശുദ്ധന്മാരായിട്ട് തീരുന്നില്ലെങ്കിൽ അവന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് നിൽപ്പാൻ യോഗ്യതയില്ല. ആകയാൽ ഇനി അവൻ മടങ്ങി വരുന്നത് പാപികളെ തേടിയല്ല. അന്ന് അവൻ വന്നത് പാപികളെ തേടിയാണ്. പാപമോചനത്തിനായിട്ട് തന്നെത്താൻ ഏൽപ്പിച്ച് മരിക്കുവാനായിരുന്നു. എന്നാൽ ഇനി അവൻ മടങ്ങി വരുന്നത് പാപികളെ തേടിയല്ല. അവൻ ആ പാപികളുടെ എല്ലാ അനുഭവങ്ങളും മാറ്റപ്പെട്ട് പാപമോചനം നേടിയ വിശുദ്ധന്മാരെ തേടി എത്ര അവൻ വരുന്നത്. ആവട്ടെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഇന്ന് മടങ്ങി വരികയാണെങ്കിൽ, വിശുദ്ധന്മാരെ തേടി യേശു ക്രിസ്തു ഇന്നാണ് മടങ്ങി വരുന്ന ദിവസമെങ്കിൽ, യേശു ക്രിസ്തു ഇന്നാണ് രാജാവായിട്ട് മടങ്ങി വരുന്നതെങ്കിൽ, പാപിയായിരിക്കും നിനക്ക് അവനോട് ചേരുവാൻ കഴിയത്തില്ലെന്നുള്ള സത്യം ഞങ്ങൾ അറിയിക്കാൻ ആ സുവിശേഷമായിട്ട് വന്നത്. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നിങ്ങളും പിതാക്കന്മാരും
പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചു വന്ന നിങ്ങളുടെ മതഭക്തിക്ക് നിങ്ങൾക്ക് പാപമോചനം നൽകി തരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ വിജയഗോപാൽ എന്ന പേരോടുകൂടിയ റാന്നി സ്വദേശിയായിരുന്ന ഹിന്ദു മതവിശ്വാസത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ ഇന്ന് പാപമോചനം നേടിയവനും ദൈവത്തിന്റെ മകനും വിശുദ്ധനുമെന്നുള്ള അധികാരത്തിലും പദവിയിൽ നിന്ന് നിങ്ങളോടുള്ള മനസ്സിന്റെ അകാരണമായിരിക്കുന്ന ആർദ്രത നിമിത്തം പ്രസംഗിക്കുന്നു. നിങ്ങൾക്കൊരു പാപമോചനത്തിനായിട്ട് മാനസാന്തരപ്പെടുവിന്. അതേ പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിനായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവെന്ന് ദൈവം നിങ്ങളോട് കൽപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട കർത്താവ് നിങ്ങളെ സ്നേഹിച്ചിട്ടാണ് ഞങ്ങളെ അയച്ചിരിക്കുന്നത്. നിങ്ങളുടെ മതഭക്തി നിങ്ങളെ രക്ഷിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള പിതൃപാരമ്പര്യത്തിൽ നിങ്ങൾക്ക് പാപമോചനം നേടുവാൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആരുടെ ഹൃദയം കഴിക്കേണ്ട പ്രിയപ്പെട്ടവരെ. കാരണം എന്താണ്? ദൈവം തന്ന അധികാരത്തിലാണ് പ്രസംഗിക്കുന്നത്. കണ്ടോ, പണ്ടൊരുത്തൻ പറഞ്ഞു, യോഹന്നാൻ വന്നത് എങ്ങനെയാണ്? ദൈവം കൊടുത്ത അധികാരത്തിലാണ്. അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പാക്കി. ആര്? സ്നാപക യോഹന്നാന്. അവണ്ണം പ്രിയപ്പെട്ടവരെ, ദൈവം അയച്ചിട്ട് ഒരു പുരുഷൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേര് വണ്ണം. ദൈവം ഞങ്ങളെ കുട്ടനാടിന്റെ ദേശത്തേക്ക് റാന്നിയിൽ നിന്ന് അയച്ചെങ്കിൽ ആ അധികാരം ഉപയോഗിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് പാപിയായിട്ടാണ് ഇന്ന് ജീവിക്കുന്നതെങ്കിൽ, ഇന്ന് നിങ്ങൾ പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ, യേശുക്രിസ്തു എന്ന് മടങ്ങി വരുമ്പോൾ നിന്നെ പാപിയായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങളിൽ ഒരാൾ പോലും ആ പരിശുദ്ധന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. നിങ്ങൾക്കാർക്കും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുമത്തില്ല. നമ്മൾ തള്ളപ്പെട്ടു പോകും. കാരണം ദൈവം പരിശുദ്ധനാണ്. നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, ദൈവമേ നീ ഏക പരിശുദ്ധനാണ്, ഞാനോ പാപിയും ദോഷിയും എന്ന് പറഞ്ഞാൽ ദൈവവും ഞാൻ തമ്മിൽ ശത്രുത്വം എന്നല്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലയോ? ചിന്തിച്ചുകൊള്ളും പ്രിയപ്പെട്ടവരെ. പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ നമ്മൾ പറയുന്നത്, ദൈവമേ നീ ബലവാനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അതേ നാവ് കൊണ്ട് തന്നെ നിങ്ങളെ വിധിച്ചിരിക്കുക നിങ്ങൾ പാപികളും ദോഷികളുമാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം വിളിച്ചോ നമ്മൾ ഇരുട്ടുമാണ് നിങ്ങൾ സമ്മതിച്ചിരിക്കാൽ നിങ്ങളുടെ നാവ് തന്നെ നിങ്ങളെ ന്യായവിധിക്കത്തില്ലയോ? ചിന്തിച്ചുകൊള്ളുവിൻ, മാനസാന്തരപ്പെട്ടുകൊള്ളുവിന്. ആകിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പാപമോചനം വേണമെങ്കിൽ ക്രൂസിലേക്ക് നോക്കിക്കൊള്ളുവിന്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ കഠിനമായിരിക്കുന്ന പീഡകളേറ്റവൻ ആ ക്രൂസിൽ മരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ പരിഹാരം നടന്നു എന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പാപത്തിന്റെ കടച്ചിട്ട് ക്രിസ്തു ദൈവകോടതിയുടെ മുമ്പിൽ പൂർത്തീകരിച്ചതാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പാപത്തിന്റെ കടച്ചിട്ട് അവൻ കീറിക്കളഞ്ഞതാണ്. ഇനിയും പാപമോചന ചീട്ടില്ല പ്രിയപ്പെട്ടവരെ. ഇനിയും പാപത്തിന് പരിഹാരമായിട്ട് ഒരു ബലിയും യാഗവും ശേഷിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇനി യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നവരെ ആ സ്വർഗത്തിലേക്കുള്ള സൗജന്യമായിരിക്കുന്ന പ്രവേശനം സാധ്യമാണ്. കണ്ടോ, യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ തിരശീല മുകൾ തൊട്ട് താഴെ വരെയും കീറപ്പെട്ടത് കണ്ടുവോ? ഈ തിരശീല നമ്മളും ദൈവം തമ്മിലുള്ള ശത്രുത്വമായിരുന്നു. ആദം പാപം ചെയ്ത നാളിൽ ദൈവമാണ് ഈ തിരശീല തൂക്കിയത്, ഈ നടുച്ചുവർ പണിഞ്ഞത്. മനുഷ്യൻ പാപം ചെയ്ത വഴി ദൈവത്തിന്റെ ശത്രുവായിട്ട് തീർന്നു. കാരണം എന്താണ്? നമ്മൾ ആദമിന്റെ മക്കളാണ്. നമ്മൾ പാപം ചെയ്തത് കൊണ്ടല്ല പാപിയായിട്ട് തീർന്നത്. നമ്മൾ പുരുഷന്റെ രക്തത്തിൽ ജനിച്ചത് കൊണ്ട് അത്രേ നമ്മൾ പാപിയായിട്ട് തീർന്നത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ ആ ദൈവത്തിന് നമ്മളുള്ള ശത്രുത്വം നീങ്ങി തിരശീല കീറി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിന് മനുഷ്യനുള്ള ശത്രുത്വം നീങ്ങി സ്വർഗം സൗജന്യമായിട്ട് തുറന്നിരിക്കുന്നു. ഇനി ബലികളില്ല, യാഗങ്ങളില്ല, കർമ്മങ്ങളില്ല, ആചാരങ്ങളോ വഴിപാടുകളോ നൊയമ്പുകളോ ഇല്ല. ഇനി തീർത്ഥാടനങ്ങളോ പദയാത്രകളോ ഇല്ല പ്രിയപ്പെട്ട. ഇനി പെരുന്നാളോ തിരുനാളോ ഇല്ല പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനത്തിലേക്കുള്ള വഴിയായിരിക്കുന്നു. പൗലോസ്ലീഹ ധന്യം ചൊല്ലിയത് അങ്ങനെ തന്നെയാണ്. ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നമ്മുടെ പാപ പരിഹാര ബലിയായിട്ട് മരിച്ചത് വഴി ദൈവത്തിനും മനുഷ്യനുള്ള ശത്രുത്വം നീക്കപ്പെടുകയും ഏത് പാപിക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ ദൈവം ജീവന്റെ പുതുവഴിയും തുറന്നു. ആകിയാൽ യേശു ക്രിസ്തു മരിക്കുമ്പോൾ യാഗം നിർത്തലാക്കിയത് വഴി പൗരോഹിത്യം ഇനിയില്ല. എല്ലാ പൗരോഹിത്യ ശുശ്രൂഷകളും ദൈവം ക്രൂശിൽ വെച്ച് മായ്ച്ചു കളഞ്ഞു. ഇനി വിശ്വാസത്തിൽ അത്രയും നീതീകരണം. ആ യേശു ക്രിസ്തു അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവരെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചതിനുവേൻ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് അമർന്നിരിക്കുന്നു. ആ യേശു ക്രിസ്തു ഇതാ മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കും. നമ്മൾ പാടിയ പാട്ട് പോലെ യേശു ക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. അവന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾക്ക് യോഗ്യത നേടണമെങ്കിൽ ഞാൻ ഈ പ്രസംഗം നിർത്തുന്നതിന് മുമ്പ് പറയുന്നു, മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. പ്രിയപ്പെട്ടവരെ, ദൈവം അയച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. എന്താണ് ഈ മാനസാന്തരം നിങ്ങൾക്കറിയാമോ? ഇന്നേ വരെ നിങ്ങൾക്ക് പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത, ഇന്നേ വരെ നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ നിങ്ങൾക്ക് വഴി തുറന്നു തരാത്ത നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളെയും മതഭക്തികളെയും പാരമ്പര്യങ്ങളെയും പൗരോഹിത്യങ്ങളെയും തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനെങ്കിലും ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്ന ഈ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ദൈവവുമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവ നിയമ
നാമത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. അതേ പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്ക് യോഗ്യൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ക്രിസ്തു മാത്രമേ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ. ക്രിസ്തു മാത്രമേ സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കിലേക്ക് കയറിപ്പോയിട്ടുള്ളൂ. മറ്റേ ആരും ഇന്നേവരെ സ്വർഗം കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതൊക്കെ ന്യായവിധിക്ക് ശേഷമാണ് അവർക്ക് സ്വർഗീയ പ്രവേശനവും നരകവിധിയും ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. ആകയാൽ ആരാധനയ്ക്ക് യോഗ്യൻ ക്രിസ്തു മാത്രമായിരിക്കാലും ആ ക്രിസ്തുവിനെ അല്ലാതെ നിങ്ങൾ ഏതൊന്നിനെ ആരാധിച്ചാലും, ഏതൊരു വ്യക്തിയോ രൂപത്തെയോ ആരാധിച്ചാലും, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാളിൽ നരകത്തിലേക്ക് തള്ളപ്പെടും പ്രിയപ്പെട്ടവരെ. ആകയാൽ നോക്കുവിന് ദൈവം അവരെ 430 വർഷത്തെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തിനെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ വീണ്ടെടുത്ത് സീനായി പർവ്വതത്തിൽ കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ നിയമം കൊടുത്തത് ഇങ്ങനെയാണ്: മുകളിൽ മേലെ സ്വർഗത്തിലെങ്കിലോ താഴെ ഭൂമിയിലെങ്കിലോ ഭൂമിക്ക് താഴെ സമുദ്രത്തിലെങ്കിലോ യാതൊന്നിന്റെയും രൂപം ഉണ്ടാക്കിയോ എന്നെ നമസ്കരിക്കുകയോ ചെയ്യില്ല. ദൈവത്തിന്റെ ഒന്നാമത്തെ കൽപ്പന. കാരണം എന്താണ്? ഞാനല്ലാതെ ഒരു ദൈവമില്ല, എന്നെ അല്ലാതെ ആർക്കും ആരാധിപ്പാൻ ദൈവവും അനുവാദവും കൊടുത്തിട്ടില്ല. ആകയാൽ ക്രിസ്തുവിനെ വിട്ട് നിങ്ങൾ എന്തിലേക്ക് തിരിഞ്ഞാലും നിങ്ങൾ നാശത്തിന്റെ വഴിയിലാണ്. അപ്പന്മാരെ മക്കളെ സ്നേഹിക്കുന്നവർ ഇത് കേട്ടാൽ മതി കേട്ടോ. മക്കളെ സ്നേഹിക്കുന്നവർ സുവിശേഷത്തിന് ചെവി തന്നച്ചാൽ മതി. എന്നാൽ നോക്കുവിന് അങ്ങനെ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ മതഭക്തിയെ തള്ളിക്കളയണം, പിതൃപാരമ്പര്യത്തെ ഉപേക്ഷിക്കണം, നിങ്ങളുടെ പാരമ്പര്യങ്ങളെയും പൗരോഹിത്യത്തെ നിങ്ങൾ വേസ്റ്റ് ബോക്സിൽ ഇടണം. എന്നിട്ട് യേശുക്രിസ്തുവിനെ ഏക രക്ഷകനായിട്ട് അംഗീകരിക്കണം. അതിനുശേഷം നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് നിങ്ങൾ യേശുക്രിസ്തുവോട് ചേരുവാൻ സ്നാനമേൽക്കണം. എല്ലാ ബൈബിളിലും എഴുതിയിട്ടുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടണം. ആദ്യമേ നമ്മൾ വിശ്വസിക്കണം, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കണം. അവൻ മറിയയുടെ സന്തതി എന്ന് വിശ്വസിക്കുന്ന അല്ല, രക്ഷയുടെ വഴി അവൻ ദൈവപുത്രൻ എന്ന് അംഗീകരിക്കുന്നതാണ്. അല്ലെങ്കിൽ പരീശന്മാർ ഒരിക്കൽ അവനോട് ചോദിച്ചു, ദാവീദിന്റെ പുത്രനാണ് നീ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: ദാവീദ് എന്നെ കർത്താവിന് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെ ദാവീദിന്റെ സന്തതിയായിട്ട് തീരും? പ്രിയപ്പെട്ടവരെ, അവൻ ദൈവപുത്രൻ എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് മാറ്റമില്ല. അങ്ങനെ വിശ്വസിച്ച് സ്നാനമേൽക്കുമ്പോൾ ആ യേശുക്രിസ്തുവിൽ വ്യാപരിച്ചിരുന്ന അതേ പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് തരും. ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്, വീണ്ടും ജനിപ്പിക്കുന്നത്, പാപമോചനം തരുന്നത്. ആകയാൽ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കല്ലറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അതേ ആത്മാവിനെ നമുക്ക് തരും. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, ഇല്ലയോ നിങ്ങൾ നരകവിധിയിലേക്ക് തള്ളപ്പെടും. ആവട്ടെ, സ്നാനമേറ്റവര് തെറ്റായ വഴി പോകാൻ യോഗ്യമാണോ? ഇല്ല പ്രിയപ്പെട്ടവര്. ഒരു പെൺകുട്ടി ഒരു പുരുഷനെ വിവാഹം കഴിച്ചതിന് ശേഷം അവന്റെ മുമ്പിൽ നിർമ്മലതയോടെ ജീവിക്കുന്നത് പോലെ, വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടി മണവാളിന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന പോലെ, സ്നാനമേറ്റവർ കർത്താവിന് വേണ്ടി പാപം ചെയ്യാതെ അവന്റെ വരവിന് വേണ്ടി, മണവാളിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവന് വേണ്ടി നിന്ദയും അപമാനവും ഏൽക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അവനോടുകൂടെ മരിച്ചെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കും. ആ മരിക്കുന്നത് സ്നാനമാണ്. അവനോടുകൂടെ കഷ്ടം സഹിച്ചാൽ നമ്മൾ അവനോടുകൂടെ വാഴും. കഷ്ടം എന്താണ്? നമ്മുടെ ഇഷ്ടങ്ങളെ വിട്ട് കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശ നിങ്ങളോട് പറയാം: അവൻ ഞങ്ങളുടെ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റിത്തരും, എന്നിട്ട് തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം ഞങ്ങൾക്ക് തരും. 1000 വർഷം ഞങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടെ ഭൂമിയിൽ വാഴും. 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പറന്നു പോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും രക്ഷ പ്രാപിക്കണം, നിങ്ങളെല്ലാവരും വിശുദ്ധിയെ പ്രാപിക്കണം. ഞങ്ങൾ പറയുന്നത് കള്ളമാണോ? ഞങ്ങൾ പറയുന്നത് തെറ്റാണോ? അല്ല. എന്നാൽ നിങ്ങളിതിനെ തള്ളി ഉന്നത പാപത്തിലും നഗളഹൃദയത്തിലും മതഭക്തിയിലും പാരമ്പര്യത്തിലും പൗരോഹിത്യത്തിന്റെ ചങ്ങലയിലും ബന്ധിക്കപ്പെട്ടവരായിട്ട് പാപിയായിട്ടാണ് നിങ്ങൾ അടക്കപ്പെടുന്നെങ്കിൽ, അത് ക്രിസ്തീയ പുരോഹിതൻ ഉൾപ്പെടെ പാപിയായിട്ടാണ് അടക്കപ്പെടുന്നതെങ്കിൽ, ഇന്നാണ് ക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്നെന്ന് ലോകം അവസാനിക്കുമെന്നും അന്ന് പ്രിയപ്പെട്ടവരെ പാപിയായിട്ട് അടക്കപ്പെട്ട എല്ലാവരും കല്ലറുകളെ വിട്ട് എഴുന്നേക്കും. നമുക്ക് അന്ന് കാണാം പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ പറയുന്ന സുവിശേഷം സത്യമാണോ അല്ലയോ എന്ന് അന്ന് തെളിയിക്കാൻ പ്രിയപ്പെട്ടവരെ. അന്ന് പാപിയായിട്ട് അടക്കപ്പെട്ട പുരോഹിതന്മാരുൾപ്പെടെ സകല ജാതികളും കല്ലറകളെ വിട്ട് ദഹിപ്പിച്ച ചാരത്തിൽ എഴുന്നേറ്റ് വന്ന് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിങ്ങളുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി ഈ പ്രസംഗം വെച്ച് നിങ്ങളെ ന്യായം വിധിച്ച് നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ ആ നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു പുരോഹിതന്മാരുടെയും ധൂവപ്രാർത്ഥനയ്ക്ക് ഇതിനെ രക്ഷിപ്പാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. ആ നരകത്തിയിലേക്ക് എന്നേക്കുമായിട്ട് നിങ്ങൾ എറിയപ്പെടും. അന്ന് ആകാശമില്ല, ഭൂമിയില്ല, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഇല്ലാത്തത് കൊണ്ട് കാലവും സമയവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതിലേക്ക് വീണാൽ അവിടെ ശുദ്ധീകരണ സ്ഥലമില്ല. അത് കള്ള ഉപദേശമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും അല്ലാതെ മറ്റൊരു നിയമമില്ല പ്രിയപ്പെട്ടവരെ. ആവട്ടെ, ഞങ്ങൾ കരഞ്ഞുകൊണ്ട് നിങ്ങളോട് സുവിശേഷം അറിയിച്ചു. നിങ്ങൾ ഒരാൾ ഇനി ആ രക്ഷ നിർണയം പ്രാപിക്കാതെ പാപിയായിട്ട് നിങ്ങൾ അടക്കപ്പെട്ട് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോയാൽ അതിൻ്റെ ഉത്തരവാദി ദൈവമല്ല, സാത്താനുമല്ല, അതിനെ ഏൽപ്പിച്ചു തന്ന ഉപദേശിമാരും കുറ്റക്കാരല്ല. നിങ്ങൾ ഓരോരുത്തരും താൻ്റെ ആ വഴികളിലേക്ക് സ്വയം തെരഞ്ഞെടുത്തതായിട്ട് ദൈവം വിധി എഴുതും. ആകിയാൽ അങ്ങനെ ഒരു വിധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും സ്വർഗത്തിലേക്ക് പറക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെടുവാൻ നിങ്ങൾക്ക് ഹിതമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.